ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇതൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ എല്ലാവരും ഓർക്കും ഇതന്നെ പരിപാടി എന്നല്ലേ? അതെ. ഞാൻ ഒരു ബ്യൂട്ടി ടിപ്സ് കാണിക്കാൻ പോവാട്ടോ. ചെറുപ്പത്തിലെ ഞാനും എൻ്റെ കൂട്ടുകാരും എൻ്റെ കുഞ്ഞമ്മയുടെ പിള്ളേരും എല്ലാവരും കൂടെ കൂടി ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം എൻ്റെ മക്കൾക്കും ഞാനതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. നാച്ചുറൽ സാധനമാണ്. നമ്മുടെ മുഖത്തൊന്നും ഒരു കേടുപാടും ഉണ്ടാകാതെ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതെല്ലാം എല്ലാവരും കാണിച്ചു തരാം. അന്നേരം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്നൊക്കെ നമുക്ക് പോകാം. ഇവിടെ അടുത്താണ് നമ്മുടെ പറമ്പില് പണ്ട് രാധമ്മ കൂലിപ്പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന കേട്ടോ. അന്നേരം എന്നെ പഠിപ്പിക്കാനും എൻ്റെ ചേട്ടയുടെ കാര്യത്തിനും ഒക്കെ ആയിട്ട് രാധമ്മ കൂലിപ്പണി ഒക്കെ ചെയ്താണ്. അച്ഛനും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ രണ്ടുപേരെയും വളർത്തിയത്. അന്നേരം രാധമ്മ ഒരു വീട്ടിൽ പണിക്ക് പോയപ്പം ഒരു സാധനം രാധമ്മയ്ക്ക് അവിടെ കിട്ടി. അതായത് കസ്തൂരി മഞ്ഞൾ എന്ന് പറയും. കസ്തൂരി മഞ്ഞൾ അങ്ങാടിക്കടയിലൊക്കെ കിട്ടും. ഉണക്കയും കിട്ടും, പച്ചയും കിട്ടും. പാക്കറ്റായിട്ടാ കിട്ടുന്നേ ഉള്ളൂ. നമ്മുടെ ഉപ്പുവരലൊക്കെ പച്ചയില്ല കേട്ടോ, ഉണക്ക മാത്രമേ ഉള്ളൂ കസ്തൂരി മഞ്ഞൾ. അന്നേരം കരിനെല്ലിക്ക എന്ന് പറയും അമ്മ പണിയാൻ പോയ വീടിൻ്റെ പേര്. അവിടുന്ന് ഒരു കുഞ്ഞ കഷ്ണം അമ്മ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് താഴെ ഞങ്ങൾ താമസിക്കുന്നിടത്തെ നട്ടുവെച്ചു. അവിടുന്ന് ഒരു കുഞ്ഞ കഷ്ണം എനിക്കും തന്നു. ഞാൻ ഇവിടെ കൊണ്ട് നട്ടുവെച്ചു. അതിപ്പം ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിപ്പം നമ്മുടെ പെരപണി വന്നപ്പം നമ്മുടെ കയ്യാലയുടെ സൈഡിലാണ് ഞാൻ കൊണ്ട് നട്ടുവെച്ചിരുന്നത്, പഴയ വീടിൻ്റെ. അന്നേരം അത് കയ്യാലപണി വന്നപ്പം മണ്ണെടുത്തപ്പം അപ്പുറത്തോട്ടായിപ്പോയി. അത് കുഴപ്പമില്ല. അത് ചേച്ചി അത് പറിച്ചു കളഞ്ഞില്ല കേട്ടോ. ചേച്ചി പറഞ്ഞു നമുക്ക് എപ്പം വേണമെങ്കിലും അത് പറിക്കാമല്ലോ, രണ്ടു കൂട്ടർക്കും പറിക്കാമല്ലോ, അത് കുഴപ്പമില്ല, അവിടെ നിന്നോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇപ്പം ഉണ്ട്, ആർക്ക് വേണമെങ്കിലും വന്ന് പറിക്കാം. ഇടയ്ക്ക് ചേച്ചിയും പറിക്കും, ഞാനും പറിക്കും. അന്നേരം നമുക്ക് ഇച്ചിരി അധികം മാന്തി നോക്കാം, ഉണ്ടോയെന്ന് അറിയത്തില്ല, ഒന്ന് മാന്തി നോക്കാം. അന്നേരം ഈ സാധനം ഈ പോസ്റ്റിൻ്റെ ചുവട്ടിലുണ്ട്. ഈയിടെ ഈ പറമ്പിലെ ചേച്ചിയും ചേട്ടനും കൂടെ കാട ഒരുക്കിയപ്പം അതിൻ്റെ തണ്ടെല്ലാം വെട്ടി പറിച്ച് കളഞ്ഞു. അന്നേരം നമുക്കൊന്ന് മാന്തി നോക്കാം. അല്ലെങ്കിലും തണ്ടൊക്കെ പഴുത്ത് പോയായിരുന്നു, വെയിലായില്ലേ? വെയിലായപ്പോഴത്തേന് പഴുത്ത് പോയായിരുന്നു. എവിടെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ കിടക്കുന്നോണ്ട് എവിടെയാണെന്നൊന്നും. ഇതിലെ ഒരു ശകലം ഇവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇത് തന്നെയാണോ. മഞ്ഞളും ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. അതുകൊണ്ട് മഞ്ഞളാണോ ഈ രക്തചന്ദനാണോ എന്നറിയത്തില്ല. കൂവ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, മിക്സഡ് ആയിരുന്നു. ഒരു ചെറിയ കഷ്ണം കാണുന്നുണ്ട്. ഇതാ സാധനം, ഇതുണ്ടോ, വലിയ കളറില്ല. ഇതാ കേട്ടോ കസ്തൂരി മഞ്ഞളാ ഇത്. മണമൊക്കെ ഉണ്ടോ? നല്ല മണമാണ്, നല്ല മണമുണ്ട് ഇതിന്. ഇതിൻ്റെ ഒരു ഒത്തിരി ഒന്നും വേണ്ടല്ലോ നമുക്ക്, കുറച്ച് മതി. ഒരു ചെറിയ കഷ്ണം എടുത്താൽ മതി. ഇത് മതിയാവോ? മതിയോ? അത് മതി, അത് ധാരാളം. ഒരു കഷ്ണം കൂടെ പറിക്കണം? ഇല്ല, അത് മതി. മതിയോ? വെറുതെ പറിച്ച് കളയണ്ട, വേസ്റ്റ് ആക്കണ്ട. കുറച്ചും കൂടെ ഉണ്ട്. നമുക്ക് മണ്ണിട്ട് ഇവിടെ മൂടിയിടാം, അല്ലെങ്കിലേ കരിഞ്ഞു പോവും. അത് തൂമ്പയൊക്കെ കൊള്ളുമ്പോൾ അത് അടന്നു പോകും. ഇതാണ് സാധനം. ഇന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഏറ്റവും നല്ലത് ഇതിൻ്റെ തടയാണ് കേട്ടോ. ഇതിൻ്റെ തടയുണ്ട്, നമ്മളത് പറിച്ചിപ്പോൾ എടുക്കുന്നില്ല. ഇത് കൊണ്ടുപോയി നമുക്ക് തട പറിച്ച് കളഞ്ഞാൽ പിന്നെ അത് ഉണ്ടായി വരത്തില്ല. അത് തന്നെ. അതുകൊണ്ട് ഇത് കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് അരച്ചെടുക്കാം. മണ്ണൊക്കെ നല്ലോണം അങ്ങോട്ട് ഞെരടി കഴുകി കളയണം. നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം. ഇതിന്റെ തൊലി ഒന്നും ചെത്തി കളയണ്ട കേട്ടോ. തൊലിയോട് കൂടി നമുക്ക് അരയ്ക്കാം. തൊലി ഇല്ല അതിന്, തൊലി കുറവാ സാധാരണ മഞ്ഞളിനെക്കാട്ടിലും. അതെ, നൈസ് തൊലിയാ. എന്നിട്ട് ഇതെല്ലാം അങ്ങോട്ട് പറിച്ചു കളഞ്ഞിട്ടേ, വേരെല്ലാം അങ്ങോട്ട് പറിച്ചു കളഞ്ഞിട്ട് നല്ലോണം ഒന്ന് ഞെരടി കഴുകിയിട്ട് ഒരു പാത്രം എടുത്ത് ആ പാത്രത്തിലോട്ട് ഒരു ചെറുതായിട്ടൊരു പീസ് ആക്കുവാനേ ഉള്ളൂ. കല്ല വെച്ച് അരയ്ക്കാൻ എളുപ്പമായിരിക്കും. അല്ലേലോ അല്ല ഇതായാലും തന്നെ ഇത് അരച്ചെടുക്കത്തില്ലേ? നല്ല അരമുള്ള കല്ല് കൊണ്ടുപോയി വെച്ചിട്ട്. പണ്ടൊക്കെ ഞങ്ങൾ ആറ്റി പോകുമ്പോഴേ ഞങ്ങൾ നേരത്തെ ഉപ്പറ സിറ്റിക്ക് അടുത്ത് താമസിച്ചുകൊണ്ടിരുന്ന കേട്ടോ. അന്നേരം നമ്മൾ കുളിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പം ചെറിയ ഇതുപോലെ ഒരു പീസും കൊണ്ട് പോയിട്ട് ഇങ്ങനെ അലക്കുന്ന കല്ലുണ്ടല്ലോ, ആ അലക്കുന്ന കല്ലിലോട്ട് ഇങ്ങനെ ഇട്ടങ്ങ് ഉരയ്ക്കും. ഇങ്ങനെ ഉരച്ചിട്ട് അന്നേരം മഞ്ഞൾ വരും. ആ മഞ്ഞൾ ഇങ്ങനെ ആറ്റിലെ വെള്ളത്തിൽ തന്നെ എടുത്ത് തൊട്ട് ഇങ്ങനെ മുഖത്തങ്ങ് തേക്കും. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരും ഞാനും ഒക്കെ കുളിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ തേച്ചോളൂ. അതുകൊണ്ടായിരിക്കാം മുഖത്തൊന്നും ഇതുവരെ ഒരു കറവലും ചുളുങ്ങലും പാടലും ഒന്നും ഉണ്ടായിട്ടില്ല. പ്രായത്തിൻ്റെതായ ഒരു ഇതൊക്കെ ഉള്ളു കേട്ടോ. അമ്മയ്ക്ക് ഞാൻ നോക്കിയിട്ട് വേറെ മുഖത്തൊന്നും വലിയ കുഴപ്പങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പ്രായത്തിൻ്റെ ചെറിയ ചുളിവും ഒക്കെ തോന്നിയിട്ടുള്ളൂ എനിക്ക് ഇത്ര നാളായിട്ട്. കൊച്ചെന്നെ കിളവിയാക്കി. ഇല്ല, കിളവിയാക്കില്ല. അപ്പം നമുക്കത് അരിയാം. വൃത്തിയായിട്ട് കഴിയും. എന്നാ പറയുക, അതൊക്കെ നമ്മൾ അരയ്ക്കുന്നതല്ലേ, എരിവൊക്കെ ഉണ്ടെങ്കിലേ കണ്ണും മുഖവും പുകയല്ലേ. പിന്നില്ലേ ഇത് ചെറുതായിട്ടൊന്ന് ചതച്ച്
പൊട്ടിക്കാദ്യം. നമ്മുടെ മഞ്ഞപ്പൊടിയൊക്കെ എടുക്കുന്ന അത്രയും കളറൊന്നും ഈ കസ്തൂരി മഞ്ഞളിനില്ല. കൂവേന്ന് വായി വരുന്നല്ലേ? വായി വന്നു. കസ്തൂരി മഞ്ഞൾ. അതിന്റെ ഒരു പാട്ടും ഉണ്ടല്ലോ. ഇത് നമുക്കറിയത്തില്ല, നമ്മുടെ പറമ്പിൽ ഉള്ളതുകൊണ്ട് ഇതിന്റെ വിലയൊന്നും. ശരിക്കും ഇത് കടയിൽ ചെന്ന് പാക്കറ്റ് മേടിക്കുമ്പോൾ നല്ല വിലയല്ലേ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഈ എന്നാ കടയിലാണ് അത് കിട്ടുന്നത്? അങ്ങാടിക്കടയിലൊക്കെ ചെന്ന് മേടിച്ചു നോക്കൂ കേട്ടോ. അതെ, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്തു. ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചേക്കല്ല അതിൻ്റെ കൂടെ. അതിന് തന്നെ ഒരു വെള്ളമയം ഉണ്ട്. അത് വെച്ച് തന്നെ അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കുക. അരച്ചത് അപ്പുറത്തോട്ട് നീക്കിയും അരക്കാത്തത് ഇപ്പുറത്തോട്ട് നീക്കിയോ? ഞാൻ ശരിക്കും അരച്ചിട്ടില്ല. ഇത്രയും നാളായിട്ട് ഞാൻ അരച്ചിട്ടില്ല കേട്ടോ. ഞാൻ മിക്സിക്കകത്തുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ഇപ്പോഴുള്ള പിള്ളേർക്കൊക്കെ അതെല്ലാം അറിയത്തുള്ളൂ. അരയ്ക്കാനൊന്നും അവർക്ക് അറിയത്തില്ല. നമ്മുടെ വാഴക്കുട്ടിയും കല്ലലൊന്നും അര കുറവാണ്. ഞാൻ അരച്ചിട്ടില്ല, ഒന്നും ഇതുവരെ അരച്ചിട്ടില്ല. നേരത്തെ മൈലാഞ്ചിയൊക്കെ കൊണ്ടുവന്ന് അരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അതുപോലും ഇല്ല. ഇപ്പം ഞാൻ ഒന്നും അരയ്ക്കത്തില്ല. ഇപ്പം എന്നേലും അമ്മ അരയ്ക്കാൻ പറഞ്ഞാലും അന്നേരം മിക്സി എടുക്കും, കുടഞ്ഞിടും, അരയ്ക്കും. ഇതിപ്പോൾ ഈ പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. കാണിച്ചേ കൈമാറ്റിക്ക് ഈ പരുവത്തിൽ കേട്ടോ. ഇവിടെ ഇച്ചിരി വെട്ടക്കുറവുണ്ട്. നമുക്ക് അവിടെ ചെന്ന് കാണിച്ചു കൊടുക്കാം. കയ്യിലൊക്കെ മഞ്ഞ കളറായി. ഞാൻ ഇച്ചിരി തണുത്ത വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കിടത്തിന്ന് പോരുന്ന വെള്ളമൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇത് നമുക്ക് പൈപ്പിൽ കിടക്കുന്ന വെള്ളമാണ്. അതൊക്കെ പ്യുവർ വാട്ടർ. കിണറ്റിൽ നിന്ന് എപ്പോൾ കോരി വെള്ളം കുടിച്ചാലും നല്ലതാ. ജീവനുള്ള വെള്ളം എന്നൊക്കെ പറയും അല്ലേ? ഞാൻ ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പടിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ ചിലപ്പോൾ മുഖമൊക്കെ വേർത്തതും പൊടിയൊക്കെ പിടിച്ചിരിക്കും. അതെല്ലാം ഒന്ന് കഴുകി കളയാൻ വേണ്ടി ചുമ്മാ വെള്ളത്തിൽ കഴിയാൻ മതി കേട്ടോ. സോപ്പൊന്നും ഇടേണ്ട കാര്യമില്ല. ചുമ്മാ വെള്ളത്തിൽ കഴിയാൻ മതി. എന്നിട്ട് നമ്മുടെ ചെടിക്ക് വെള്ളവും ആവും, എൻ്റെ മുഖവും കഴുകാം. സോപ്പിട്ട് കഴുകാതിരിക്കുക പരമാവധി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം കേട്ടോ. കാരണം നമ്മൾ സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതും പിന്നെ നമ്മൾ തേക്കുന്ന ആ സാധനത്തിൻ്റെ ഒരു ഇതും കൂടെ ആകുമ്പോഴത്തേക്കും വേറെ എന്തേലും ചേഞ്ച് വരും മുഖത്തിന്. എന്തേലും അലർജിയോ പറയുമ്പം അതിൻ്റെ അകത്ത് കാരമൊക്കെ അടങ്ങിയിട്ടുണ്ട്. പല കെമിക്കലൊക്കെ ചേർത്തല്ലേ സോപ്പൊക്കെ ഉണ്ടാക്കുന്നത്. അതെ, അന്നേരം അതിൻ്റെ ഒന്നും ഒരു അംശം വരാതെ ചുമ്മാ വെള്ളത്തിൽ മുഖം കഴുകിയിട്ട് നല്ലവണ്ണം നമുക്ക് തുടച്ച് പറക്കി എടുത്തിട്ട് ഒരു മിനിറ്റോ 2 മിനിറ്റോ കഴിയുമ്പോൾ മുഖം നല്ലോണം ഉണങ്ങി കഴിയുമ്പോൾ അങ്ങ് തേക്കാവുന്നതാണ്. മുഖമൊക്കെ ഒന്ന് തുടയ്ക്കട്ടെ. തുടയ്ക്കും. മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കിയോ? വെള്ളം എല്ലാം നല്ലോണം മുഖത്ത് പോയിട്ടുണ്ട്. അന്നേരം ഞാനിത് കുഞ്ഞിനെയൊക്കെ ചെയ്ത് ഒത്തിരി നാൾ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഇടക്കാലം എന്ന് പറഞ്ഞാൽ ഈ പൊന്നുമൊക്കെ ഉണ്ടായ ഒരു 5-6 മാസം കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ എൻ്റെ മുഖത്തെ ഒന്നും ശ്രദ്ധിക്കാതായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നോട്ടവും വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ പണികളും എല്ലാം കൂടെ ആയപ്പോൾ നമ്മുടെ മുഖമൊന്നും നമ്മൾ മറന്നുപോയി. അതിന് മുമ്പെല്ലാം ഇങ്ങനെ മഞ്ഞളൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ ഞാൻ തേക്കുമായിരുന്നു. പിന്നെ പൊന്നു ഉണ്ടായി ഒരു 1-2 വയസ്സ് കഴിഞ്ഞപ്പോഴൊക്കെ മുഖമൊക്കെ പിന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അവളും എൻ്റെ അടുത്ത് വന്ന് കുഞ്ഞു കൈയും കൊണ്ട് ഈ മഞ്ഞളൊക്കെ അരയ്ക്കുമ്പം അതുമൊക്കെ തൊട്ടി ഇങ്ങനെ തേച്ച് അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി പറക്കി കൊടുക്കും. പൊന്നു അറിവായി മാളുകുട്ടി അറിവായപ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ മഞ്ഞളും കസ്തൂരി മഞ്ഞളും ഒക്കെ അരച്ച് ഞാൻ പാത്രത്തിൽ കൊടുത്തിട്ട് മുഖത്തൊക്കെ തേക്കും. മക്കളെ കുരു കാര അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ചെറിയ ഈ മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ ഒരുമാതിരി കറുത്ത പാട് പോലെയൊക്കെ വരിച്ചല്ലോ. അങ്ങനെ വരുമ്പം ഇത് തേച്ചാൽ നല്ലതാണ്. കണ്ണിൻ്റെ ഇവിടുത്തെ കറുത്ത പാടുകൾ പിള്ളേർക്ക് വലിയവർക്കും മാറും കേട്ടോ. ഏകദേശം ഒരു 80% ആൾക്കാർക്ക് ഈ കണ്ണിൻ്റെ കറുത്ത പാടൊക്കെ മാറാറുണ്ട്. അന്നേരം അവർക്കെല്ലാം ഞാനിങ്ങനെ കൊടുക്കുമായിരുന്നു. പിള്ളേരത് തേക്കുകയും ചെയ്യുമായിരുന്നു. മഞ്ഞള് നമ്മളെ മുഖത്ത് തേക്കുന്നതിൻ്റെ തന്നെയല്ല. പിള്ളേരെന്ന് പറഞ്ഞാൽ ഒരു 50 വയസ്സായാലും 60 വയസ്സായാലും തേച്ച് കുളിച്ചാൽ നല്ലതാ. മഞ്ഞൾ തേക്കുന്നതിന് പ്രായപരിധിയില്ല. എപ്പം വേണേലും നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് മഞ്ഞൾ തേക്കാം. അതെ, കുഞ്ഞു പിള്ളേർ തൊട്ട്
പ്രായമാകുന്നവർ വരെ മഞ്ഞൾ തേച്ച് കുളിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ മഞ്ഞൾ തേച്ച് മുട്ട തേച്ചൊക്കെ കുളിപ്പിക്കാറുണ്ട്. അതെ അതെ. അപ്പം അതൊക്കെ നല്ലതായോണ്ടാണ് കാരണന്മാര് തേക്കുന്നത്. അതിപ്പോ ഞാൻ ഇപ്പം നീ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, പണ്ട് ഈ മോനുന് ഞാൻ മഞ്ഞൾ തേച്ചിട്ടുണ്ട് കേട്ടോ. മോനു, പൊന്നു, മാളക്കുട്ടി എല്ലാം കുഞ്ഞായിരുന്നപ്പോ ഉണ്ടല്ലോ. പിന്നെ ഏറ്റവും കുറച്ച് തേച്ചേക്കുന്നത് നിനക്കൊരു 3-4 പ്രാവശ്യം തേച്ചിട്ടുള്ളൂ. ചേച്ചിക്കും ചേട്ടായിക്കും എന്ന് പറഞ്ഞാൽ വേറെ പണികളൊന്നും ഇല്ലല്ലോ. കണ്ടോ, പപ്പ രാവിലെ വെട്ടാനായിട്ട് പോകും. വെട്ടാൻ പോയി കാപ്പി ഉണ്ടാക്കി വെച്ചു, അല്ലെങ്കിൽ ചോറിന് അടുപ്പിലോട്ട് ഇട്ടു, ബാക്കി എന്നിട്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ സമയം. മറ്റു കാര്യങ്ങളൊന്നും ഇല്ല, കോഴിയൊന്നും ഇല്ല, ഇഷ്ടം പോലെ സമയം. അന്നേരം നമ്മൾക്ക് മഞ്ഞളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് തന്നെ. ഞാൻ ഈ മഞ്ഞളൊക്കെ അരച്ചോണ്ട് വന്ന് ഈ പിള്ളേരെ, മോനുമൊക്കെ ഇരിക്കുന്ന പ്രായത്തില്, ചേട്ടായിയുടെ ഒക്കെ മേത്തൊക്കെ ഇഷ്ടം പോലെ തേച്ചിട്ടുണ്ട് കേട്ടോ. ഇരിക്കുന്ന പ്രായത്തിൽ പൊന്നൂനെയും അന്നേരം ഇത്രയൊന്നും അല്ല അരയ്ക്കുന്നേ, 2-3 കഷ്ണം വലുതെടുത്തോണ്ട് വന്ന് അരച്ച് വലിയൊരു ഉണ്ടയാക്കി ഒരു പാത്രത്തിൽ വെച്ചിട്ട് ആദ്യം പൊന്നൂനെ തേക്കും. പൊന്നൂനെ ഇപ്പോഴും നെറ്റി തൊട്ട് കാൽപാദം വരെ തേക്കും. അത് കഴിഞ്ഞ് മോനുനെ തേക്കും. കുട്ടമ്മോൻ മുളക് പറിക്കുക കേട്ടോ, അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്തു തരാനായിട്ട് ആരുമില്ല. അതുകൊണ്ട് ഇന്ന് അമ്മ സ്വന്തമായിട്ട് തേക്കുക. അല്ല, ഞാൻ എന്നും തേച്ച് കൊടുക്കുന്നതായിരുന്നു കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുക്കാനായിട്ട് പപ്പ മണ്ടയില, കൊടിയുടെ മണ്ടയില. അതെ അതെ. ഇപ്പൊ വിളിച്ചാൽ വല്ല വഴക്കും കൂടെ പറയും, മടുത്ത് നിൽക്കുക. ചെയ്തോണ്ടിരിക്കുമ്പം ചിലപ്പം മരത്തിന്റെ മണ്ട കയറി എന്നിട്ടായിരിക്കും മുളക് പറിക്കുന്നത്. അന്നേരം നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പം ഇഷ്ടപ്പെടാതെ വരും. സത്യം. അതുകൊണ്ട് നമുക്ക് തന്നെ അങ്ങ് തേക്കാം. ഈറ്റിയെ വീഴാതിരിക്കാനായിട്ട് ഒരു ഷാളൊക്കെ എടുത്തിട്ട് ഇങ്ങനെയാണ് തേക്കുന്നത്. നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കി അതിങ്ങനെ ഒട്ടി നല്ല ഇതായിട്ടിരിക്കും. കത്തിട്ട് അടിക്കുവാണെങ്കിൽ ഏറെ ഉണ്ടേലേ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ, ഇല്ല ചതഞ്ഞ് കിടക്കും. അല്ല പിന്നെ ഒത്തിരി ഏറെ ഇട്ട് അടിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കല്ലിലിട്ട് അടിക്കണേ. അങ്ങോട്ടൊന്ന് കാണിച്ചേ ആ മുഖം. എല്ലായിടും തേച്ചില്ലോ ചേ. തേക്ക് തേക്കുമ്പോ ഉണ്ടല്ലോ, നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കൈയുടെ ഇതും കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുക്കുവാണെങ്കിൽ ഇതിലെ ആ വെള്ളമയം നമ്മുടെ മുഖത്തിന് നല്ലതാ. മുഖത്തിന് നല്ലതാ. ഇരിക്കുന്നത് കണ്ടോ, ഇതുപോലൊരു പാവം. അയ്യോ, ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ട് പറയാം. കണ്ണടച്ചു വെച്ചേക്കുമല്ലേ. കണ്ണ് മാത്രമേ തുറക്കാഴിയേ ഉള്ളൂ, വാ തുറക്കാം. അത് നേരല്ലേ. കണ്ണേ, ഇതിന്റെ ഈ വെള്ളം ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് വലിഞ്ഞിട്ടേ നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ കണ്ണ് നീറും. ഒരു സെക്കൻഡ് ആ വെള്ളം വലിയുന്നതിന് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് വലിഞ്ഞില്ലേ? വലിഞ്ഞു കേട്ടോ, വെള്ളം വലിഞ്ഞു. അത് കാണണമെങ്കിൽ ഇതുണ്ടോ, ഇത് വെള്ളം വലിഞ്ഞു. നമ്മുടെ കൈ ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും മഞ്ഞളിൻ്റെ ആ ഒരു ഇത് മാത്രമേ വരുള്ളൂ. വെള്ളം വലിഞ്ഞ് ഉണങ്ങിയ ടൈപ്പാട് വരുന്നത്. വെള്ളം വലിഞ്ഞു, നല്ല ഇതായി. അപ്പോൾ ഇനി കഴുകി കളയാലോ ഇത്. ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ആയില്ലേ? നല്ലോണം ഉണങ്ങി. എൻ്റെ മുഖത്ത് അതിന്റെ വലിച്ചിൽ അറിയാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ മുഖം വലിയും. അതിന്റെ ആ വലിച്ചിൽ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അന്നേരം അത് കഴിയുമ്പോൾ നമ്മളങ്ങ് മുഖം നന്നായിട്ട് തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി കളയണം. അന്നേരം പിന്നെ നമ്മുടെ മുഖത്ത് നല്ല ക്ലേസിങ് ആയിരിക്കും. നല്ല ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയാ, ഒരു മിനുസം പോലെ നമുക്ക് തോന്നും. കഴുകിക്കള, എന്നിട്ട് കാണിച്ചു തരാം. മുഖം കഴുകി നമ്മളൊരു ഉറങ്ങി എണീക്കുന്നവിടം വരെ ആ മുഖത്തെ ആ മഞ്ഞപ്പ് നിൽക്കും കേട്ടോ. അതെ. അല്ല പിന്നെ സോപ്പിട്ട് നല്ലോണം ചകിരിയൊക്കെ വെച്ച് ഉരച്ച് തേച്ച് കഴുകുവാണെങ്കിൽ മുഖത്തെ മഞ്ഞ കളറ് കൂടുതലും പോകും. സോപ്പും മഞ്ഞളും കൂടെ തേക്കരുതെന്ന്, അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചേ കഴുകാറുള്ളൂ. ഇപ്പം 2 ദിവസത്തേന് ചെറിയൊരു മഞ്ഞ കളർ കാണും. പിന്നെ പരമാവധി വീട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം, പുറത്ത് പോകുമ്പോൾ ചെയ്യാതിരിക്കുക. അപ്പം നമ്മുടെ മുഖത്ത് ഈ കളർ നിൽക്കും. പിന്നെ പിള്ളേരൊക്കെ ആണെങ്കിലും അയ്യോ എൻ്റെ മുഖത്തൊന്നും ഈ കളറ് പോവുകയില്ല, എൻ്റെ കയ്യേന്ന് കളറ് പോവുകയില്ല, നഖത്തെ കളറ് പിടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കരുത്. നമ്മളൊരു 1-2 ദിവസമേ നമ്മുടെ കയ്യും മഞ്ഞപ്പൊക്കെ നിൽക്കുള്ളൂ. അത് കഴിയുമ്പോൾ അതങ്ങ് പോകും. പിന്നെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്, നല്ലൊരു കാര്യമാണ് കേട്ടോ. കഴിവതും എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ മുഖം ഭംഗിയാക്കാൻ എല്ലാവരും നോക്കണം. അതെ. ബ്യൂട്ടീഷ്യനൊക്കെ പോയാൽ എല്ലാവരും എല്ലാം മുഖമൊക്കെ വൃത്തിയാക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. വീട്ടിലിരുന്ന് ആരും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഇപ്പൊ എല്ലാവർക്കും പൊതുവെ
മഞ്ഞൾ അരയ്ക്കാനോ അല്ലെങ്കിൽ പറമ്പിൽ പോയി കഷ്ണം മഞ്ഞൾ എടുത്തോണ്ട് വരാനോ ഒക്കെ മടിയാണല്ലോ. ആ എല്ലാരും ഇപ്പം ബ്യൂട്ടീഷ്യനിലോട്ട് തേടി പോകുന്ന ഒരു കാലഘട്ടം. അതെ അതെ. പിന്നെ ഇപ്പൊ ആണേലും വീട്ടിൽ ഇരുന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് മുഖത്തുള്ള പരിപാടി അല്ലാണ്ട് സ്വന്തമായിട്ട് നമ്മൾ നാച്ചുറലായിട്ട് പ്രകൃതിയുടെ ഒരു സാധനവും തേക്കാറില്ല. അതെ കഞ്ഞിവെള്ളം ഒക്കെ തേക്കുന്നത് നല്ലതാണ് കേട്ടോ മുഖത്തൊക്കെ. അതെ, അതിന്റെ ഒരു ടിപ്സ് ഞാൻ ഇനി ഒരു ദിവസം കാണിച്ചു തരാവേ. കഞ്ഞിവെള്ളം തേക്കുന്നത് എങ്ങനെയാണ് അത് ഞാൻ തേച്ചിട്ടുള്ളതാണ്. അത് ഞാൻ ഇനി ഒരിക്കൽ കാണിച്ചു തരാം. അപ്പം നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രയുള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ഒക്കെ ഇടണം. അതെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇതെല്ലാവരും ചെയ്തു നോക്കുക. ടാറ്റാ. ടാറ്റാ.